അനന്തു സുരേഷ് അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ മരണം എങ്ങനെ സംഭവിച്ചു, അദ്ദേഹത്തിന് ചികിത്സാ പിഴവുണ്ടായോ എന്ന പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് ഉണ്ടാവുന്നത്. എന്തായാലും ഈ പരാതി ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ഷീബ മിനി, ബാലചന്ദ്രകുമാറിന്റെ പത്നി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ഷീബ മിനി, അനന്തു വലിയ ആരോപണങ്ങളാണ് പറയുന്നത്. ചികിത്സാ പിഴവ് സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം വളരെ ക്രോണോളജിക്കലായി അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചത് മുതൽ മരണം സംഭവിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആശുപത്രിക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട്. താങ്കൾക്ക് നേരിട്ട് ബോധ്യമുള്ളതാണോ ഈ കാര്യങ്ങൾ? അനന്തുവിൻ്റെ അതേ അനുഭവം സൂചിപ്പിച്ച അതേ അനുഭവം തന്നെയാണോ താങ്കൾക്ക് അവിടെ ഉണ്ടായത്? അതെ, എനിക്ക് ആശുപത്രിക്കെതിരെയല്ല എനിക്ക് കംപ്ലൈന്റ് ഉള്ളത്. ബാലുവിനെ ചികിത്സിച്ച രണ്ട് ഡോക്ടേഴ്സ്, ഒന്ന് ഡോക്ടർ ശിവരാമകൃഷ്ണൻ യൂറോളജിസ്റ്റ്, ഒന്ന് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രാജലക്ഷ്മി. ഈ രണ്ട് ഡോക്ടർക്കെതിരെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങള് ഈ ഹോസ്പിറ്റൽ SCT ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബാലുവിന് റെക്കറന്റ് ആയിട്ട് പനി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടത്തിയ ഒരു ടെസ്റ്റിൽ ബാലുവിന് കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടു. റൈറ്റ് കിഡ്നിയിൽ ഒരു സ്റ്റോൺ ഉണ്ടെന്ന് കണ്ടു. ആ സ്റ്റോൺ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ ഡോക്ടർ ശിവരാമകൃഷ്ണനെ ബാലുവിന് ഒരു 30 years കൊണ്ട് അറിയുന്നതാ. അങ്ങനെ അവിടെ പോയി ഡോക്ടറെ നമ്മൾ റിസൾട്ട് കാണിക്കുമ്പോൾ, ഈ CT റിപ്പോർട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അതെ, ഒരു സ്റ്റോൺ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ റിക്കറന്റ് ആയിട്ട് പനി വരുന്നത്. നമുക്ക് ഈ കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, ആ ഇൻഫെക്ഷൻ ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് ഈ സ്റ്റോൺ റിമൂവ് ചെയ്യാം, അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ശിവരാമകൃഷ്ണൻ ഞങ്ങളുടെ നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു ഡോക്ടറെ കാണാനായിട്ട് പറഞ്ഞേക്കുന്നു. അവിടെ പോകുമ്പോൾ ഡോക്ടർ വിഷ്ണുവും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ബാലു ഡോക്ടർ വിഷ്ണുവിനെ കാണുന്ന സമയത്ത് ബാലുവിന്റെ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 6.2 ആയിരുന്നു. അപ്പോൾ വിഷ്ണു പറഞ്ഞ് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അഡ്മിറ്റ് ആയി റൂമിലോട്ട് എത്തി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങളോട് ശിവരാമകൃഷ്ണൻ ഡോക്ടർ റൂമിൽ വന്നിട്ട് പറഞ്ഞു, അല്ല, നമുക്ക് ട്രീറ്റ്മെന്റ് അല്ല, നമുക്ക് എന്തായാലും സ്റ്റോൺ റിമൂവ് ചെയ്യാം, ആദ്യം നാളെ നമുക്ക് സ്റ്റോൺ റിമൂവ് ചെയ്യാം, എന്നിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അവര് പിറ്റേ ദിവസം തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ആയപ്പോ ക്രിയാറ്റിൻ കുറയേണ്ട ക്രിയാറ്റിൻ കൂടി. അതിന്റെ അടുത്ത ദിവസം ഇങ്ങനെ കൂടി. അങ്ങനെ ഒരു 5ാമത്തെ ദിവസം ആവുമ്പോഴേക്കും ക്രിയാറ്റിന്റെ ലെവൽ എന്ന് പറയുന്നത് 11.5 ആയി. ഈ സമയത്ത് ഡോക്ടർ വിഷ്ണു ഓരോ ദിവസവും ഞങ്ങളോട് വന്ന് പറയുന്നതെന്ന് വെച്ചാല് ക്രിയാറ്റിൻ എന്തുകൊണ്ട് കൂടുന്നു എന്ന് അവർക്കറിയത്തില്ല. എങ്ങനെയാ കൂടുന്നത്? വിഷ്ണു ഡോക്ടർക്ക് അത്ഭുതമായിരുന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഡോക്ടർ പറഞ്ഞ് ചിലപ്പോ ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് ചിലപ്പോ ക്രിയാറ്റിന്റെ ലെവൽ ചിലപ്പോൾ കയറുന്നതായിരിക്കാം, കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ കുറയുമായിരിക്കാം എന്നായിരുന്നു വിഷ്ണു ഡോക്ടർ വിചാരിച്ചിരുന്നത്. അപ്പോ ഈ ബാലുവിന്റെ ബ്ലഡ് ടോക്സിക് ആയി വരുന്നു, ക്രിയാറ്റിൻ, യൂറിയ, പൊട്ടാഷ്യം ഇങ്ങനെ എല്ലാം കൂടി ലെവൽ കൂടി വരുന്നു. ബാലുവിന് ബ്രീത്തിങ് പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഇപ്പോൾ ഡോക്ടർ വിഷ്ണു ഞങ്ങളോട് പറയുന്നു ഡയാലിസിസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല, ഇനി ഡയാലിസിസിലോട്ട് പോകണം എന്ന് പറയുന്നു. പക്ഷേ ശിവരാമകൃഷ്ണൻ അത് സമ്മതിക്കുന്നില്ല. ഡയാലിസിസ് വേണ്ട എന്ന് തന്നെയാണ് ശിവരാമകൃഷ്ണൻ വന്ന് നമ്മളോട് പറയുന്നത്. എന്നിട്ട് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്നറിയില്ല. വിഷ്ണു ഡോക്ടർ ശിവരാമകൃഷ്ണൻ തമ്മിൽ സംസാരിച്ചിട്ടാണോ തീരുമാനിച്ചതെന്നറിയില്ല. ഉച്ചയായപ്പോ അന്നേ ദിവസം ഈ 5ാമത്തെ ദിവസം ഉച്ചയായപ്പോ ഞങ്ങളോട് വന്ന് പറയുന്നു ഡയാലിസിസിലേക്ക് പോകണം, അല്ലാതെ പറ്റില്ല എന്ന് ശിവരാമകൃഷ്ണൻ വന്ന് പറയുന്നു. അങ്ങനെയാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഈ ഡയാലിസിസിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, ബാലുവും ഞാനുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നി രണ്ടും ഡാമേജ് ആകുമ്പോൾ സംഭവിക്കുന്ന ഒരു സംഗതിയല്ലേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംസാരം. അപ്പോൾ ഞങ്ങൾ വിഷ്ണു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് വെച്ചാൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ക്രിയാറ്റിൻ കയറുന്നു എന്നുള്ള കാര്യം അറിയില്ല, ഒരു കാരണവശാലും സംഭവിക്കേണ്ടതല്ല, പക്ഷെ അങ്ങനെ സംഭവിക്കുന്നു. ഇനിയും നമ്മൾ നോക്കിയിരുന്നാൽ ജീവനാപത്താണ്. ഡയാലിസിസ് ചിലപ്പോൾ ഒരു 4-5 ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇത് കറക്റ്റായി വരും എന്ന് വിഷ്ണു ഡോക്ടർ ഞങ്ങളോട് പറയുന്നു. അങ്ങനെ ഡയാലിസിസ് കഴിഞ്ഞു. ഫസ്റ്റ് ഡയാലിസിസ് കഴിഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങളോട് ശിവരാമകൃഷ്ണൻ ഡോക്ടർ വന്ന് പറയുവാണ്, ബാലുവിനോട് പറയുവാണ്, എടാ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി, ചുമ്മാ നീ ഡയാലിസിസ് ചെയ്തിങ്ങനെ മുമ്പോട്ട് പോവേണ്ട കാര്യമില്ല, നീ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്ലാൻ ചെയ്യണം. അതായത് ഈ ഡോക്ടർ തന്നെ നിംസ് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടായിരുന്നു. ആ നിംസ് ഹോസ്പിറ്റലില് എന്ന് പറയുന്നത് ബാലുവിന്റെ ഒരു ഫ്രണ്ടിന്റെ ഹോസ്പിറ്റൽ കൂടെയാണ്. അപ്പൊ പറയാണ് നിങ്ങൾ അവിടെ പോയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് നമ്മളോട് 2ാമത്തെ ദിവസം പറയുന്നു. നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണു ഡോക്ടർ പറയുന്നത് വെച്ചാൽ 3-4 ഡയാലിസിസ് കഴിയുമ്പോൾ ബാലു ഓക്കെ ആവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? അപ്പോ അതിനുശേഷം പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും ഡയാലിസിസ് കൂടി വരുന്നതല്ലാതെ ബാലുവിന് ഒരു മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. ഉറപ്പായിട്ടും കിഡ്നി ഡാമേജ് ആയി എന്നും മനസ്സിലാക്കുക. അങ്ങനെ പോയി.
അങ്ങനെ പോയി ഒരു 6 മാസങ്ങൾക്ക് ശേഷം ബാലുവിന് ഹാർട്ടിന് പ്രശ്നം വരുന്നു. ഹാർട്ടിന് പ്രശ്നം വന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഒരു സ്റ്റെന്റ് ഇട്ടു. അങ്ങനെ 1 ഇയർ കഴിഞ്ഞു പോയി. 1 ഇയർ കഴിയുമ്പോഴേക്കാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി ഡോക്ടർ രാജലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. രാജലക്ഷ്മി 1 ഇയർ കൊണ്ട് അവരുടെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റാണ് ബാലു. അപ്പോൾ ഡോക്ടർ രാജലക്ഷ്മി എക്കോയും ECG ഒക്കെ എടുത്ത് നോക്കിയതിനു ശേഷം പറഞ്ഞു ബാലുവിന് ട്രാൻസ്പ്ലാന്റിന് ഓക്കെയാണ്, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഹാർട്ട് കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്, ഒരു പ്രശ്നങ്ങളോട് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകൂ എന്ന് പറയുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഈ SUT ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ട്രാൻസ്പ്ലാന്റ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ വിഷ്ണു ഡോക്ടറെ പോയി കാണുന്നു. അപ്പോൾ വിഷ്ണു ഡോക്ടർ ഈ ഫിറ്റ്നസ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ വിഷ്ണു ഡോക്ടറെ പോയി കാണുന്നത്. അപ്പോൾ ഈ എക്കോ കൊണ്ടുപോയി ഡോക്ടർ വിഷ്ണുവിനോട് പറയുകയാണ് രാജലക്ഷ്മി ഞങ്ങൾക്ക് ഫിറ്റ്നസ് തന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ഡോക്ടർ ആ സമയത്ത് നമ്മളോട് പറയുന്നു ഈ ഹോസ്പിറ്റലിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് ബാലുവിന് കിഡ്നി തരാമെന്ന് പറഞ്ഞിരുന്നത് ബാലുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലില് സുഹൃത്തുക്കളുടെ കിഡ്നി ആണെങ്കിൽ എടുക്കത്തില്ല, ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവിന്റെ ആണെങ്കിൽ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം വിഷ്ണു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇവിടെ ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അത് കഴിഞ്ഞു ഞങ്ങൾക്ക് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് പോയി നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ട്. അവിടെ പോയി നടത്തിയ ടെസ്റ്റിലാണ് ഞങ്ങൾ വളരെ വലിയൊരു കാര്യം തിരിച്ചറിയുന്നത്. ഈ കൊണ്ടുപോയ എക്കോ എന്ന് പറയുന്നത് എന്നോട് ഡോക്ടർ മനു വർമ്മ, ആ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മനു വർമ്മ പറഞ്ഞ ഡയലോഗ് ഇങ്ങനെയാണ്: ഈ നിങ്ങൾ ഇവിടെ SUT ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് പറയുന്ന ഈ എക്കോ ഈ പേഷ്യന്റേതല്ല, പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രകുമാറിന്റേതല്ല, ഈ ബാലചന്ദ്രകുമാറിന്റെ എക്കോ എന്ന് പറയുന്ന ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ വെച്ചെടുത്ത് എക്കോ എനിക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് പിന്നെ ആൻജിയോഗ്രാം ചെയ്യുന്നു. ആൻജിയോഗ്രാം ചെയ്യുമ്പോഴും ബാലുവിന് ബ്ലോക്കുകൾ ഉണ്ടെന്ന്, നിരവധി ബ്ലോക്കുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. പിന്നെ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ബൈപ്പാസിനായിട്ട് പോകുന്നത്. ഇതാണ് ബാലു. അവിടെ പോയി പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആയിരുന്നു. പിന്നീടുണ്ടായ ഇൻഫെക്ഷനാണ് ബാലുവിന്റെ മരണത്തിന് കാരണമാവുന്നത്. ആ ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ബാലു റൂമിൽ വന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പം ബ്രീത്തിങ്ങിന്റെ പ്രശ്നം കൂടി. അപ്പോ പോയി ICUലായി ടെസ്റ്റ് ചെയ്തപ്പോ ഇൻഫെക്ഷൻ ആണെന്ന് അറിയുന്നു. ആ ഇൻഫെക്ഷൻ കാരണമാണ് ബാലു മരണത്തിലേക്ക് പോകുന്നത്. ഈ SUT ഹോസ്പിറ്റലിലെ ഡോക്ടർ ശിവരാമകൃഷ്ണനെ സംശയിക്കാനുള്ള കാരണങ്ങളിൽ ചിലത് എന്ന് പറയുന്നത്, ഞങ്ങളോട് വന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ ദിവസം പുള്ളി പറയുന്നത് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകൂ. അതായത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഈ പുള്ളിയുടെ ക്രിയാറ്റിന്റെ ലെവൽ താഴോട്ട് വരത്തില്ല, കിഡ്നി ഡാമേജ് ആയിട്ടുണ്ട്, അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ഉള്ള ഓപ്ഷൻ എന്ന് ശിവരാമകൃഷ്ണന് കൃത്യമായിട്ട് അറിയാം. ഡോക്ടർ വിഷ്ണുവിന്റെ അറിവെന്ന് പറയുന്നത് ഒരു 3-4 ഡയാലിസിസ് കഴിയുമ്പോൾ ബാലു ഓക്കെ ആകും എന്നുള്ളതാണ് ഡോക്ടർ വിഷ്ണു പറയുന്നത്. പിന്നീട് അതിനുശേഷം ബാലുവിനെ ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ബാലുവിന്റെ യൂറിനിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഏകദേശം 1-1.5 ആഴ്ചയോളം തുടർച്ചയായിട്ട് ബ്ലഡ് വന്നു. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെയാണ് അഡ്മിറ്റ് ആകുന്നു. ഏകദേശം 1-1.5 ആഴ്ചയോളം അവിടെ നമ്മൾ കിടക്കുന്നു. പക്ഷെ ഈ ബ്ലഡിന്റെ അളവ് ഫുള്ള് ബ്ലഡായി ഇങ്ങനെ പോകുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പോ എന്തുകൊണ്ട് എന്നുള്ളത് എല്ലാ ടെസ്റ്റുകളും നടത്തിയിട്ട് കണ്ടെത്താനേ കഴിയുന്നില്ല. ഒടുവില് ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ ബാലുവിനോട് പറഞ്ഞു, ഈ ഡയാലിസിസ് സമയത്ത് എടുക്കുന്ന ഹെപ്പാറിനും ഈ സ്റ്റെന്റും കൂടെ ഉണ്ടാവുമ്പോഴേ ഇങ്ങനെ ബ്ലഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റെന്റ് അങ്ങ് റിമൂവ് ചെയ്താൽ ആ ബ്ലഡിൽ വരുന്നത് നിൽക്കും. ബാലുവിന്റെ അപ്പോഴേക്കും ഈ ബ്ലഡിന്റെ അളവൊക്കെ വളരെ കുറഞ്ഞ് അനീമിക്കിന്റെ അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശിവരാമകൃഷ്ണൻ ഈ സ്റ്റെന്റ് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒടുവിൽ ബാലു അല്പ ദേശത്ത് തന്നെ പറയേണ്ടി വന്നു, എന്തായാലും ഓക്കെ, എന്ത് ഇൻഫെക്ഷൻ വന്നാലും ഞാൻ സഹിച്ചോളാം, എനിക്ക് സ്റ്റെന്റ് റിമൂവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റെന്റ് റിമൂവ് ചെയ്തു. ഈ സ്റ്റെന്റ് റിമൂവ് ചെയ്യുന്ന സമയത്താണ് ബാലു അറിയുന്നത് 2 സ്റ്റെന്റ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോ ഫസ്റ്റ് ഈ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഭാഗത്ത് സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സേഫ് സൈഡ് ഇട്ടതാണെന്ന് പറഞ്ഞു എന്നോട്. ബാലുവിനോടും ഇത് തന്നെയാണ് പറഞ്ഞത്. സ്റ്റെന്റ് എടുക്കുന്ന സമയത്ത് ബാലുവിനോടും പറഞ്ഞതെന്ന് വെച്ചാല് സേഫ് സൈഡ് ഇട്ടു എന്നുള്ള കാര്യമാണ്. അവിടുന്ന് ബാലുവിന് വന്നതിന് ശേഷം ബാലു ഡോക്ടേഴ്സിനോട്, ബാലുവിന്റെ ഫ്രണ്ട്സ് ആയ ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും ഞെട്ടലോടുകൂടിയാണ് പറഞ്ഞത്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം
ബാലുവിന്റെ ഈ റിപ്പോർട്ട് നമ്മൾ കൊണ്ടുപോയ CT റിപ്പോർട്ട് ബാലുവിന്റെ ഫ്രണ്ട്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരതെല്ലാം നോക്കിയതിനു ശേഷം പറഞ്ഞതെന്ന് വെച്ചാല് ഈ ലെഫ്റ്റ് കിഡ്നി എന്ന് പറയുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കിഡ്നിയാണ് ലെഫ്റ്റ്. ഒരു കാരണവശാലും അവിടെ തൊടാൻ പാടില്ലാത്തതാണ്. എന്തിന് അയാൾ ചെയ്തു എന്നുള്ളത് പല ഡോക്ടേഴ്സും ഞങ്ങളോട് ചോദിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടറെ കാണാൻ വേണ്ടി പല തവണ ശ്രമിച്ചു. നമുക്ക് പറ്റിയില്ല. ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തു. അന്ന് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് പുള്ളി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ബാലു ഇക്കാര്യം ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ നേഴ്സ് ഉണ്ട്. ആ പുള്ളിക്കാരനോട് സ്ഥിരമായി പറയുന്നുണ്ട്. അവിടുത്തെ നേഴ്സുമാരോട് പലരോടും പറയുന്നുണ്ടായിരുന്നു. ഒടുവിലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അറിയാൻ കഴിഞ്ഞത് പുള്ളി ഇവിടുന്ന് അമേരിക്കയിലേക്ക് പുള്ളിയുടെ മകന്റെ അടുത്തേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു 1 year കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ ശിവരാമകൃഷ്ണൻ തിരിച്ചെത്തുന്നത്. ആ സമയത്ത് ഞങ്ങൾ ഒരു ഇങ്ങനെ സ്റ്റെപ്പിന്റെ അവിടെ വെച്ച് ഞങ്ങൾ പരസ്പരം കണ്ടു. ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഡോക്ടർ തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ പലപ്പോഴും പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേസുമായിട്ട് മുമ്പോട്ട് പോകാം എന്ന്. ബാലുവിന്റെ കൂടിയുള്ള, അതായത് ബാലുവിന്റെ ബ്രദേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കണ്ടേ, എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇതില് എല്ലാവരും പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാല്, ബാലു വീണ്ടും ഒരു കേസുമായിട്ട് പോയാൽ, ഇപ്പോ മറ്റൊരു കേസ് സാക്ഷിയാണ്, അപ്പോ വീണ്ടും ഒരു കേസുമായിട്ട് പോകുമ്പോ അടുത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റിനോട്ട് പോവേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പക്ഷെ മറ്റൊരു ഹോസ്പിറ്റലിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം. അതുകൊണ്ട് തൽക്കാലം വേണ്ട, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേസുമായിട്ട് പോകാമെന്ന് നമ്മൾ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പോയി, പക്ഷേ അവിടേക്ക് എത്താൻ പറ്റിയില്ല. ഇത് സാധാരണ ഡോക്ടർമാർക്ക് ചികിത്സയിൽ ഉണ്ടാവുന്ന ഒരു പിഴവിനപ്പുറം ഇതിനെന്തെങ്കിലും ബോധപൂർവമായ കാര്യങ്ങൾ സംശയിക്കുന്നുണ്ടോ? കാരണം ബാലചന്ദ്രകുമാർ മറ്റൊരു കേസുമായൊക്കെ വലിയ ബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ചോദ്യം. സംശയം എന്ന് പറയുന്നത്, ഈ ശിവരാമകൃഷ്ണൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ബാലുവായിട്ട് ഞാൻ 30 years ബന്ധമുണ്ട്. ഏറ്റവും അടുത്ത സൗഹൃദമാണ് പുള്ളിക്ക്. ബാലുവിനെ മറ്റുള്ളവരോട് പരിചയപ്പെടുത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, സുഹൃത്താണെന്ന് പറഞ്ഞിട്ട്. അത്രയും ഒരു ബന്ധം ഇവർക്ക് തമ്മിലുണ്ട്. അപ്പോ ബാലുവിന്റെ തന്നെ ഒരു ബന്ധുവായ ഒരാള് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ബാലുവിന്റെ ഈ ഓപ്പറേഷന് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഡോക്ടറെ കാണേണ്ട എന്തൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് പുള്ളിയോട് ബാലുവിനെതിരായിട്ടാണ് സംസാരിച്ചത്. ബാലുവിനോട് എല്ലാം സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ട് ബാലുവിനോട് ഈ കേസിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി ബാലുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, പിന്നെ നിനക്ക് ഇത്ര ധൈര്യമൊക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച അതേ ഡോക്ടർ പുള്ളി ബാലുവിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളോട് ഇതിനെതിരായിട്ടാണ് സംസാരിച്ചത്. അതിന്റെ ആവശ്യം എന്താണ്, അവന് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു, ഈ സമയത്ത് അവൻ ആരെ കൂടെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ബാലുവിനെ കുറിച്ച് സംസാരിച്ചു. അതും ആദ്യം നമുക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ വന്നിട്ട് പുള്ളി പറയുന്നത് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകുമെന്നുള്ളതാണ്. ഡോക്ടർ വിഷ്ണു ആണെങ്കിൽ ആ സമയത്തും എന്ത് സംഭവിക്കുന്നു എന്ന് അറിയില്ലാതെ ഞങ്ങളോട് വന്നിട്ട് ഇതെങ്ങനെ എന്നുള്ളതാണ് പുള്ളി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ പ്രൊഫസർമാരോടൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു ഡോക്ടർക്ക് ഇത് വിശ്വസിക്കാനേ പറ്റുന്ന ഒരു സംഗതി ആയിരുന്നേ ഇല്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണ് ക്രിയാറ്റിൻ കൂടുന്നത് എന്നുള്ളത് പുള്ളി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഡോക്ടർ ശിവരാമകൃഷ്ണൻ വന്നിട്ട് പറയാണ് ട്രാൻസ്പ്ലാന്റിലോട്ട് പോകും, നിന്റെ ഫ്രണ്ട് അല്ലേ അവിടെ ഹോസ്പിറ്റലിൽ, അപ്പൊ നിനക്ക് അവിടെ പൈസയൊക്കെ കുറച്ച് തരും, ഞാൻ അവിടെ ഉണ്ട്, നീ അങ്ങോട്ട് വരൂ, ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നേ. അപ്പോ ഇത് ഒരു കാരണം, എന്തുകൊണ്ട് ശിവരാമകൃഷ്ണൻ അങ്ങനെ പറയുന്നു എന്നുള്ള ഒരു കാരണം. പിന്നെ ഞങ്ങൾ ഈ സ്റ്റെന്റ് ഇട്ടത് എന്തിനു വേണ്ടിയിട്ട്, അങ്ങനെ തൊടാൻ പാടില്ലാത്ത ഭാഗത്ത് എന്തിനു സേഫ് സൈഡ് എന്ന് പറഞ്ഞ് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ എന്തിനങ്ങനെ ചെയ്തു. അപ്പോ ഞങ്ങൾ കാണാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാണാൻ അനുവദിക്കുന്നില്ല. പിന്നെ അയാള് നീണ്ട ലീവ് എടുത്ത് പോകുന്നു. അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതാവട്ടെ, എന്തായിക്കോട്ടെ, അയാൾക്ക് നമ്മളോട് സംസാരിക്കാമല്ലോ. നമ്മൾ അയാളോട് പോയി ചോദിക്കുമ്പോൾ നമുക്ക് കൺവിൻസ് ആകുന്ന ഒരു മറുപടി അയാൾ തരട്ടെ. അയാൾ തന്നില്ല, കാണാനേ സമ്മതിച്ചില്ല. അങ്ങനെയാണ് സംശയങ്ങൾ വരുന്നത്. പിന്നെ ബാലുവിന്റെ ഈ റിലേറ്റീവിനോട് പറയുന്നത്, ഇതെല്ലാം കൂടി ആയപ്പോ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും സംശയമല്ല, ഇത് സത്യങ്ങളാണ്, ഇതൊന്നും കള്ളങ്ങളല്ല. ഞാനിപ്പോ ഈ ഡോക്ടേഴ്സിന്റെ പേര് രാജലക്ഷ്മി ഡോക്ടർ ആവട്ടെ, ശിവരാമകൃഷ്ണൻ ഡോക്ടർ ആവട്ടെ, ഈ രാജലക്ഷ്മി ഡോക്ടർ എന്താണ് ചെയ്തത്? ഞാന് ഈ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിനകത്ത് തിരിച്ചു വന്നു. ബാലുവിനെ ഓപ്പറേഷന് വേണ്ടി ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ബാലുവിന് അപ്പൊ ചെസ്റ്റ് പെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ ECG എടുക്കുകയാണ്. ECG എടുക്കാൻ കരുതി ബാലു എമർജൻസിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് രാജലക്ഷ്മി കാണുകയാണ്. ഈ റിപ്പോർട്ടുകളെല്ലാം കൊണ്ട് പുള്ളിക്കാരത്തി എടുത്ത് പോവുകയാണ്. പോയിട്ട് ഞാൻ പുള്ളിക്കാരത്തിയോട് ചോദിക്കുവാണ്, ഡോക്ടർ ഇങ്ങനെയാണ് ഞങ്ങൾക്ക്
മെഡിക്കൽ ടെസ്റ്റിലെ ഞങ്ങൾ ഡോക്ടർ മനു എന്നോട് ഇതാണ് പറഞ്ഞത്, ബാലുവിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്, ബാലു ചെസ്റ്റ് പെയിൻ ആയിട്ട് ഇപ്പൊ ഈ ഹോസ്പിറ്റൽ തന്നെ ഉണ്ട്, വളരെ മോശം അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണിത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞ ഒരു മറുപടി, ഞാൻ ഈ എക്കോയിലൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു മറുപടി എന്ന് വെച്ചാല്, ഞാൻ ചെയ്ത ഓപ്പറേഷൻ സക്സസ് ആയതുകൊണ്ട്, പുള്ളിക്കാർക്ക് സ്റ്റെന്റ് ഇട്ടിരുന്നല്ലോ, ആ ഓപ്പറേഷൻ സക്സസ് ആയതുകൊണ്ട് ഇതിലൊന്നും കാണാത്തതാണ്. പുള്ളിയുടെ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്ന എന്റെ ഈ ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് ഇടയിൽ പുള്ളിക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, പുള്ളി നല്ല ഓക്കെ. ഞാൻ അപ്പൊ ചോദിക്കുകയാണ്, ഈ 1-2 ആഴ്ച കൊണ്ട് ഇത്രയും ബ്ലോക്കുകൾ എങ്ങനെ ഉണ്ടായി? അതിന്റെ മറുപടി പറയൂന്ന് പറയാണ്. അതെനിക്ക് ഈ റിസൾട്ടുകളൊക്കെ ഒന്ന് പഠിക്കണം, ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ മറുപടി തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെഡിക്കൽ വേർഡുകൾ അവരെന്നോട് പറയുമായിരുന്നു. മെഡിക്കൽ വേർഡുകൾ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഡോക്ടർ പറയുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല, ഒരാഴ്ച നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ബൈപ്പാസിന് വേണ്ടിയിട്ട് ബാലുവിനെ കൊണ്ട് പോകുന്ന വഴി ഞാൻ ഇവിടെ കയറിയതാണ്. നിങ്ങൾ ഒരാഴ്ച കൊണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. അന്ന് എന്നോടൊപ്പം നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റും ഉണ്ടാവും. അന്ന് അവരോട് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞു. കുറച്ച് ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വന്നു. അവരെ കയ്യിൽ നിന്ന് ബലമായിട്ട് ആ റിപ്പോർട്ടുകൾ ഞാൻ പിടിച്ചു വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞെന്ന് അവരുടെ ഭാഗത്ത് എന്താണ്, അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ 1 ഇയർ അവരുടെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റിന് ഇത്രയും ബ്ലോക്കുകൾ ഉണ്ടെന്ന് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? പല തവണ ഞങ്ങൾ ചെസ്റ്റ് പെയിനായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഒരു തവണ ഒരു രാത്രി, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു രാത്രി 12 മണിക്ക് ശേഷം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെസ്റ്റ് പെയിൻ ആയിട്ട്, ബാലുവിന് ഭയങ്കര ചെസ്റ്റ് പെയിനാ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുന്നു, എമർജൻസിയിൽ പോകുന്നു. അവിടെ വെച്ച് ECG എടുത്തിട്ട് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ECG കണ്ടതിന് ശേഷം ഇങ്ങനെ പറയുകയാണ്, മാഡം ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്, ECGയിൽ വളരെ വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്, മാഡം ആരാണ് ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ പേഷ്യന്റ് ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ രാജലക്ഷ്മിയുടെ ട്രീറ്റ്മെന്റിലാണ്. ഞാൻ മാഡത്തെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങകത്തേക്ക് പോയി. ഈ രാജലക്ഷ്മിയെ വിളിക്കാൻ വേണ്ടി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലുവിന് ഒരു ഇഞ്ചക്ഷൻ, ഒരു സിസ്റ്റർ വന്ന് കൊടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലു ഉറങ്ങി, ഈ ചെസ്റ്റ് പെയിൻ അങ്ങ് കുറഞ്ഞു, ബാലു ഉറങ്ങി. അപ്പോഴേക്കും ഇവർ തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കയ്യിൽ ECG ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇതിന് മുമ്പ് എടുത്ത ECG ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്റെ ഫോണിലുണ്ടായിരുന്ന ECG അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവരിത് തമ്മിൽ ഇങ്ങനെ നോക്കിയതിനു ശേഷം അവർ വീണ്ടും തിരിച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവർ എന്നോട് വന്ന് പറഞ്ഞു, ഡോക്ടർ രാജലക്ഷ്മി പറഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പുള്ളി ഓക്കെയാണ്, ഇത് ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടുവന്ന ചെസ്റ്റ് പെയിൻ ആണ്, ഡിസ്ചാർജ് തരാൻ പറഞ്ഞു, പിന്നീട് OP-യിൽ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളെ പറഞ്ഞേക്കാണ് ഉണ്ടായത്. ഇതുപോലെ ഈ ചെസ്റ്റ് പെയിൻ ആയിട്ട് പലതവണ നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ ഈ 1 ഇയർ കൊണ്ട് ബാലുവിന് ഇത്രയും ബ്ലോക്കുകൾ, അതിൽ 3 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 100% ബ്ലോക്കാണ്. അപ്പൊ ഇത്രയും കാലം ഉണ്ടായിരുന്ന ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന എത്ര തവണ നമ്മൾ എക്കോ എടുത്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് രാജലക്ഷ്മിക്ക് അത് കണ്ടെത്താൻ കഴിയാണ്ട് പോയത്? അപ്പൊ അവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ലാസ്റ്റ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് വേണ്ടി ഫിറ്റ്നസിന് പോകുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ഹാർട്ടിന്റെ എക്കോ ഇവർക്ക് എങ്ങനെ എടുത്തു തരാൻ പറ്റിയത്? ബാലുവിന്റെ എക്കോ ഒരിക്കലും അങ്ങനെ ആവില്ലല്ലോ. ഈ ഇത്രയും ബ്ലോക്കുകളുള്ള ഒരു വ്യക്തിക്ക്, ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു എക്കോ കിട്ടത്തില്ല. ഡോക്ടർ മനു പറഞ്ഞത് മാത്രമല്ല, ഞാൻ മറ്റു പല കാർഡിയോളജിസ്റ്റുമായിട്ട് പിന്നീട് സംസാരിക്കുകയുണ്ടായി. ഈ റിസൾട്ടുകൾ ഞാൻ അയച്ചു കൊടുത്തിട്ട് പല രാജ്യങ്ങളിലുള്ള പല ഡോക്ടേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. എന്നുവെച്ചാൽ എനിക്ക് ഒരു ഡോക്ടറല്ല, പല ഡോക്ടേഴ്സും തന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഒരിക്കലും ഈ SCT ഹോസ്പിറ്റലിൽ നിന്ന് തന്നു എന്ന് പറയുന്ന ഈ എക്കോ ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ അല്ല, അങ്ങനെ കിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത്. അപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് രാജലക്ഷ്മി ഇത് ചെയ്തു? എന്തിനു വേണ്ടി? അല്ല, ഞാൻ ഈ റിസൾട്ടുമായിട്ട് അവരുടെ മുമ്പിൽ പോകുമ്പോൾ പോലും അവർക്കുണ്ടായ ഒരു പകർച്ച, ഞാനാണ് അവിടെ എത്തിയതെന്ന് അവരോട് അവരുടെ അസിസ്റ്റന്റ് പോയി പറയുമ്പോൾ ആ റൂമിൽ അവർ ചികിത്സിച്ചുകൊണ്ടിരുന്ന റൂമിൽ നിന്ന് എന്നെ മാറ്റി മറ്റൊരു ആരുമില്ലാത്തൊരു റൂമിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവരെന്തിനാണ് എന്നെ ആ സമയത്ത് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോ ആയിക്കോട്ടെ, അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അവിടെ ഇരുന്നിട്ടല്ലേ എന്നോട് സംസാരിക്കേണ്ടത്? എന്നെ അവരെങ്ങോട്ടാണ് പറഞ്ഞയച്ചത്? ബാലുവിനെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞയക്കുന്നത്. അപ്പൊ ബാലുവിന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണോ എന്നാണോ അവർ ചോദിച്ചത്? അവർ ഉടനെ എന്നെയും കൊണ്ട് മറ്റൊരു റൂമിലേക്കാണ് പോയത്. അതെന്തിനു വേണ്ടി? അവർക്ക് എന്ത് തോന്നിയിട്ടാണ് അവര് എന്നെ മറ്റൊരു റൂമിലേക്ക് കൊണ്ടുപോയത്? ആരുമില്ലാത്തൊരു റൂം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയത് ഒരു റൂമിലേക്ക്. ആ റൂമിൽ കുറച്ച് കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഞാൻ ദേഷ്യത്ത് സംസാരിച്ചപ്പോൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് പിള്ളേര് കർട്ടൻ മാറ്റി നോക്കി. അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയിട്ടാണ് തോന്നിയത്. അപ്പോ ഞാൻ എന്റെ ഭർത്താവിന്റെ ജീവന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ ഒരു മറുപടി, ഒരാഴ്ച ഞാൻ അത് പഠിച്ചിട്ട് പറയാം. ഇവര് വിചാരിച്ച എന്താണ്, ഞാൻ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ പോയതെന്നാണ് അവർ കരുതിയത്. ഈ ഡോക്ടർ എന്താണ്, ഈ ഡോക്ടറെ ഞാൻ എങ്ങനെ, സംശയമല്ല, ഇത് യാഥാർത്ഥ്യം. അവര് വളരെ വളരെ
അധികം പ്ലാൻ ചെയ്തിട്ട് ബാലുവിനെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു ഉണ്ടായത്. ഇതെന്റെ സംശയങ്ങളല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു ഡോക്ടർ, ഞാൻ പേര് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. SCT ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഡോക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ലല്ലോ. ഡോക്ടർ ശിവരാമകൃഷ്ണൻ ആദ്യം മാത്രമാണ് ബാലുവിന്റെ ഈ ഓപ്പറേഷന്റെ സമയത്ത്, അതായത് കിഡ്നി സ്റ്റോൺ റിമൂവ് ചെയ്യുന്ന ആ സമയത്ത് മാത്രമാണ് ഡോക്ടർ ശിവരാമകൃഷ്ണന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നത്. പിന്നീട് എല്ലാം ഡോക്ടർ വിഷ്ണുവിന്റെ അണ്ടറിലായിരുന്നു. ഞാൻ വിഷ്ണു ഡോക്ടറെ കുറിച്ച് ഈ സമയം വരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറ്റൊരു ഡോക്ടേഴ്സ്, എത്ര ഡോക്ടേഴ്സ് ബാലുവിനെ ചികിത്സിച്ചു? ഞാൻ ഒരു ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. ആകെ ശിവരാമകൃഷ്ണനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ബാലുവിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആ ദിവസം മുതൽ ബാലു ഇവിടെ നിന്ന് പോകുന്നത് വരെ, ബാലു പോകുന്നവരെ കൂടെ ഉണ്ടായിരുന്ന ആള്. ചെങ്ങന്നൂർ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകുമ്പോ ബാലുവിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവര് ഈ ഹാർട്ടിന്റെ പ്രശ്നം, നമ്മള് ഓപ്പറേഷനിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ബാലു എടുക്കുന്ന ടാബ്ലറ്റ് ഉണ്ട്, അത് 5 ദിവസമെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേഷനിലോട്ട് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഡോക്ടേഴ്സ് ICUവില് ബാലുവിനെ ഓരോ നിമിഷവും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് 24 hours ഡോക്ടേഴ്സ് അവിടെ കൂടെ ഉണ്ടായിരുന്ന, അത്രയും നോക്കിയിട്ടാണ് ഓപ്പറേഷനിലോട്ട് പോയത്. ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഡോക്ടർ രാജലക്ഷ്മി അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്? ഞങ്ങളോട് ഇത്രയും സ്നേഹം കാണിക്കുകയും, ആ ബാലുവിനോട് എന്തോരം സംസാരിക്കുന്ന ഒരു ഡോക്ടർ, അത്രയും സ്നേഹം കാണിച്ചിട്ട് അവർ ചതിയല്ലേ കാണിച്ചത്? അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. അവർ എടുത്തു തന്ന ആ എക്കോ എന്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനോട് വേണമെങ്കിൽ കാണിച്ചു നോക്കൂ. ഒരു 10-15 ദിവസത്തിന് ശേഷം ഈ ബൈപ്പാസിലോട്ട് പോയ ഈ 100% ബ്ലോക്ക് 3 ഉണ്ട്, ബാക്കിയൊക്കെ 60-70 ഒക്കെ ഉള്ള ഒരു ബ്ലോക്കുള്ള ഒരു ഹാർട്ട് പേഷ്യന്റിന്റെ എക്കോ ആണോ എന്ന് നിങ്ങൾ ആരോട്, ഏതൊരു കാർഡിയോളജിസ്റ്റിനോട് ചോദിച്ചു നോക്കൂ. എന്റെ സംശയങ്ങളല്ല, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പം മുഖ്യമന്ത്രിക്കും പരാതി പോയിട്ടുണ്ട്. അത് കുടുംബത്തിന് വേണ്ടി മറ്റൊരാളാണ് പരാതി നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. ഈ പരാതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? അത് ഒരു അന്വേഷണം, ആ തരത്തിലൊരു മെഡിക്കൽ നെഗ്ലിജൻസിന് അന്വേഷണം പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അനന്തു എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനന്തു ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അനന്തു എന്നെ വന്ന് കാണുമ്പോൾ അനന്തുവിനോട് ഞാൻ ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന ആ സമയം വരെയും ഞാനിത് പലതവണ കേസുമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചന്വേഷിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവരെന്നോട് പരാതി ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ മൂവ് ചെയ്തില്ല. കാരണം ആ സമയത്ത് അത് പോയ സമയത്തൊന്നും ഇങ്ങനെ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. സോറി. എന്തായാലും മനസ്സിലാവുന്നു. എന്തായാലും നിങ്ങൾ നടപടി ഉണ്ടാവട്ടെ. ബാലചന്ദ്രകുമാറിൻ്റെ മരണത്തിൽ ഒരു ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ അന്വേഷണം നടക്കട്ടെ, ഞങ്ങളും അങ്ങനെ കരുതുന്നു. എന്തായാലും കുടുംബം പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഷീബ മിനി, ബാലചന്ദ്രകുമാറിൻ്റെ പത്നിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വൈകാരികമായിട്ടാണ് ഭർത്താവിനെ നഷ്ടപ്പെട്ട സ്ത്രീയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. എന്തായാലും ഇതിൽ വ്യക്തത ഉണ്ടാവട്ടെ. ഒപ്പം ഇതിൽ ഡോക്ടർമാർക്ക് കൂടി പറയാനുള്ള വിശദീകരണം കൂടി വരുന്ന ബുള്ളറ്റിനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. ഇതിൽ കുടുംബം വലിയ ആരോപണമാണ് 2 പ്രധാനപ്പെട്ട ഡോക്ടർമാർക്കെതിരെ ഉന്നയിക്കുന്നത്. ഒരു പരിധി കൂടി കടന്ന് അനന്തു അല്പം കൂടി ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ പിഴവിനെതിരെ, മെഡിക്കൽ നെഗ്ലിജൻസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അതിൽ അന്വേഷണം നടക്കട്ടെ.